മച്ചാമാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഹെഡ് ഷോട്ടും വൺ ടാപ്പും എടുക്കാനുള്ളൊരു സൊല്യൂഷനാണ് കൊടുത്തിട്ടുള്ളത്. മിക്ക ആൾക്കാരുടെയും ഒരു പ്രശ്നമാണ് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പ്രശ്നത്തിനുള്ളൊരു സൊല്യൂഷനാണ് ഇന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ രണ്ട് ടോപ്പിക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് ഫയർ ബട്ടന്, പിന്നെ സെൻസിറ്റിവിറ്റി എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൻ്റെ കണ്ടെത്തുക. അപ്പോൾ ആദ്യം ട്രെയിനിങ് ഇവിടെ ഇപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ട്രെയിനിങ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തോളി. വന്നതിൻ്റെ ശേഷം നിങ്ങൾക്ക് 3 തരം ഗൺസാണ് വേണ്ടിയത്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടിയത് നിങ്ങൾക്ക് SMG ഗണ്ണായ UMP ആണ്. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ UMP എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം M80X എടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡെസേർട്ട് ഈഗിളും കൂടി എടുക്കുക. അതിൻ്റെ ശേഷം നിങ്ങൾ ഈ ബോട്ടുകളുടെ അടുത്തേക്കൊന്ന് വന്നിട്ട് ഇവിടെയാണ് നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി ഇതാക്കാനുള്ളത്. അപ്പോൾ സെൻസിറ്റിവിറ്റി എടുത്തിട്ട് ഇവിടെ ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ സെൻസിറ്റിവിറ്റി 90ആണ്. പക്ഷെ അത് വേറെ ഫോണിനാവണമെന്നില്ല. കാരണം പല ഫോണിനും പല സിസ്റ്റമും പല പ്രോസസ്സറുമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ സെൻസിറ്റിവിറ്റി എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി 100 അല്ല 0 ആക്കുക. 0 ആക്കിയതിൻ്റെ ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇതാ ബ്ലോക്ക് കാണാനില്ലേ, ഇതാ ഈ ബ്ലോക്ക്, ഇത് 1ാമത്തെ ബ്ലോക്ക്, ഇത് 2ാമത്തെ ബ്ലോക്ക്, ഇത് 3ാമത്തെ ബ്ലോക്ക്, ഇത് 4. ഇത് നിങ്ങളുടെ ഷോർട്ട് റേഞ്ച് 4 ബ്ലോക്ക് ദൂരെ. ഇനി ഇത് 4 ബ്ലോക്ക്, അങ്ങനെ 8 ബ്ലോക്ക് മിഡ് റേഞ്ച്. ഇനി 4 ബ്ലോക്ക് ദൂരെ വീണ്ടും ഇത് റേഞ്ച്. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് 3 ഗൺസ് ഉണ്ടല്ലോ, അതിൽ UMPയും പിന്നെ ഡെസേർട്ട് ഈഗിളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ലോങ് റേഞ്ചിന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 3 വെടി വെക്കുക. അത് കഴിഞ്ഞിട്ട് UMP ഇതൊരു വെടി, ഇത് 2ാമത്തെ വെടി, ഇത് 3ാമത്തെ വെടി. ഇങ്ങനെയാണ് UMPൻ്റെ 3 വെടിയായിട്ട് കൂട്ടുക. ഓക്കെ. എന്നിട്ട് സെൻസിറ്റിവിറ്റി ഇപ്പോൾ 0 അല്ലേ. ഇനി നിങ്ങൾ ഇതിപ്പോൾ ഹെഡൊന്നും കൊള്ളുന്നില്ലല്ലോ. അങ്ങനെ ഇനി നിങ്ങൾ ഷോർട്ട് റേഞ്ചിക്ക് കയറുക, മിഡ് റേഞ്ചിക്ക്. എന്നിട്ട് M80 3 വെടി പറഞ്ഞ പോലെ വെടിയൊക്കെ. ഇതിലിപ്പോൾ എല്ലാതും ബോഡിയിൽ തന്നെയാണ് ഒട്ടിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എയിം ചെസ്റ്റുമേൽ തന്നെ ആയിരിക്കണം. അതിൻ്റെ ശേഷം നിങ്ങൾ ഷോർട്ട് റേഞ്ചിക്ക് വരാം. ഷോർട്ട് റേഞ്ചിൽ നിന്നും പറഞ്ഞ പോലെ 3 വെടി വെക്കുക, UMP 3 വെടി വെക്കുക, ഡെസേർട്ട് ഈഗിൾ 3 വെടി വെക്കുക. ഇതിലിപ്പോൾ ഒരു ഷോട്ട് കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രക്ക് പോരല്ലോ. M80 കൊണ്ടില്ല, UMP കൊണ്ടില്ല. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, സെൻസിറ്റിവിറ്റി എടുത്തതിൻ്റെ ശേഷം ഇവിടെ ജനറൽ 10 കൂട്ടുക. 10 ഇവിടെ 10 ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ പോലെ ഡെസേർട്ട് ഈഗിൾ 8ഉം M80 UMP വെടിവെക്കുക. മിഡ് റേഞ്ചിലും UMP ഡെസേർട്ട് ഈഗിൾ 8ഉം M80 വെടിവെക്കുക. പിന്നെ ലോങ് റേഞ്ചിൽ പോവുക. എന്നിട്ട് പറഞ്ഞ പോലെ ഡെസേർട്ട് ഈഗിൾ UMP വെടിവെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ എത്ര സെൻസിറ്റിവിറ്റിയിലാണോ കൂടുതൽ ഹെഡ് ഷോട്ട് കൊള്ളാനുള്ള ചാൻസ്, അത്രക്ക്
അത്രക്ക് സെൻസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റി നിങ്ങളുടെ ഫോണിന് പറ്റിയത്. എന്നുവെച്ചാൽ എത്ര സെൻസിറ്റിവിറ്റിയിൽ ഇപ്പോൾ അതാ 120 സെൻസിറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് നല്ല ഹെഡ്ഷോട്ട് കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 120 ആയിരിക്കും നിങ്ങളുടെ സെൻസിറ്റിവിറ്റി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫയർ ബട്ടൺ പ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഫയർ ബട്ടൺ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കസ്റ്റം ഹഡ് എടുക്കുക. സെറ്റിങ്സിലുണ്ട്. അതിൻ്റെ ശേഷം ഇതാ ഇവിടെ ഞാൻ പ്രെസെറ്റ് 2 ആണ് യൂസ് ചെയ്യുന്നത്. അത് ഏത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമില്ല, അത് കാര്യമാക്കണ്ട. ഇപ്പോൾ ഞാൻ അതാ ഡെമോക്ക് വേണ്ടിയിട്ട് പ്രെസെറ്റ് 1 എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ഫയർ ബട്ടൺ ഇല്ലേ, അതിൻ്റെ സൈസ് 20, 25, 30 ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു സൈസ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയത് സെലക്ട് ചെയ്യുക. ഇനി ഇതൊന്നും കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര വെച്ചാൽ 40, 42 വെച്ചോളി. അതിൻ്റെ ശേഷം ഫയർ ബട്ടൺ ഒന്ന് ഇറക്കി വെക്കാതെ ഇതേപോലെ ഇറക്കി വെക്കുക. ഇനി ടിപ്സാണ് പറയാൻ പോകുന്നത്. എനിമി അഥവാ ലോങ് റേഞ്ചിലാണെങ്കിൽ അതുവരെ വെടിവെക്കുക. ഇനി എനിമി അഥവാ ഷോർട്ട് റേഞ്ചിലാണെങ്കിൽ അതുവരെ ഡ്രാഗ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫയർ ബട്ടൺ അവിടെ ആയതുകൊണ്ട് എന്തെങ്കിലും കംഫർട്ടബിൾ അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ കെടുക്കുന്ന ബട്ടൻ്റെ അവിടെ ഫയർ ബട്ടൺ അതിൻ്റെ സൈഡിൽ വെച്ചാൽ മതി. ഇതേപോലെ വെച്ചാൽ മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ ഫയർ ബട്ടൺ കംഫർട്ടബിൾ ആയ പോലെ വെക്കുക. എന്നിട്ട് പറഞ്ഞ പോലെ ഡ്രാഗ് ചെയ്യുക. ലോങ് റേഞ്ചിന് കുറച്ച് ഡ്രാഗ് ചെയ്താൽ മതി, ഷോർട്ട് റേഞ്ചിന് നല്ല ഡ്രാഗ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ റിസൾട്ട്. Double takedown. Triple takedown. Double takedown. Good job. Help me! Triple takedown. Double takedown.